Hi friends, welcome back to day 13, 30-day study plan of Laboratory Assistant 10th Mains Examination. Day 13-ൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് ആദ്യം നോക്കാം. മാത്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് കലണ്ടർ എന്ന ടോപ്പിക്കാണ്. കലണ്ടറിൽ നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് പഠിക്കേണ്ടത്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ PYQ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അടുത്തതിലേക്ക് വരാം. ഏതാണ്? മലയാളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു മെം സീരീസ് അല്ലെ, പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മെം സീരീസിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രം സോർട്ട് ചെയ്ത് നോക്കി. ഡേ 11-ലാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞത് വളരെ ഉപകാരപ്പെട്ടു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകാൻ പറ്റി. സംശയങ്ങളുണ്ട്, അതൊന്നുകൂടെ പഠിക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ നമ്മൾ ഇന്ന് മലയാളത്തിലാണ് ആവർത്തിക്കുന്നത്. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ആ ഒരു ടെലഗ്രാം ചാനലിൽ മെം സീരീസ് നോക്കുക. അതിലെ മലയാളം ചോദ്യങ്ങൾ മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഏത് ഭാഗമാണ് കൺഫ്യൂഷൻ ഉള്ളത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മലയാളം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. മെം സീരീസിലെ മലയാളം ചോദ്യങ്ങൾ സോർട്ട് ഔട്ട് സോൾവ് ചെയ്ത് നോക്കുക. കറണ്ട് അഫെയേഴ്സിലേക്ക് വരാം. കറണ്ട് അഫെയേഴ്സിൽ ഡേ 11, ഡേ 12, അതായത് ഏപ്രിൽ മെയ് 2024-ൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഡേ 11ഉം ഡേ 12ഉം റിവൈസ് ചെയ്തെടുക്കാനാണ് നാളെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഹോട്ട് ടോപ്പിക്സിലേക്ക് വരാം. ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ടോപ്പിക്ക്, മൗലിക കടമകൾ എന്ന ടോപ്പിക്ക്, അതുപോലെ രാജ്യസഭ, ലോകസഭ ലിസ്റ്റുകൾ. ഇതിൽ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ലിസ്റ്റുകൾ, ഈ 3 ടോപ്പിക്കിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രാജ്യസഭ, ലോകസഭ എന്നീ 2 ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കിൻ്റെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇന്ന് SCERT ഹോട്ട് ചാപ്റ്റേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഭരണഘടനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ളത്. അതായത് 9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. അതാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. പിന്നെ 8th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചു പോകുന്നതുകൊണ്ടാണ് ഞാൻ SCERT ചാപ്റ്റർ ഇൻക്ലൂഡ് ആക്കാത്തത്. അതായത് ഹോട്ട് SCERT ലെസൺസ് ഒഴിവാക്കിയതല്ല, ഇനി അങ്ങനെ കമൻറ്റ് ചെയ്യരുത്. ഇന്നത്തേക്ക് മാത്രം അത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഡേ 13 വരെ നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഈ ഒരു സമയത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു വർക്ക് ലോഡ് കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ കംപ്ലീറ്റ് ആവാത്ത പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സമയം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇനി 19ാമത്തെ ദിവസം, അതായത് ജൂൺ 21-ന് നമ്മൾക്ക് എക്സാം ആണ്. ഇനി 19 ദിവസം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. റിമൈൻഡ് ചെയ്യുന്ന ഈ 19 ദിവസം നിങ്ങളുടെ മാക്സിമം എഫേർട്ടാണ് കൊടുക്കേണ്ടത്. അല്പം ഉറക്കമൊക്കെ കുറച്ച് മാറ്റിവെക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ടൈം പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ വിചാരിക്കണം, നമ്മൾക്ക് സമയം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. വേറൊരാളും നമ്മൾക്ക് ടൈം കണ്ടെത്തി തരാനില്ല. അപ്പോൾ നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കാത്ത രീതിയിൽ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റിവെച്ചുകൊണ്ട് തന്നെ പഠനത്തിലേക്ക് വരിക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്